എന്ന് പറയുമ്പോഴും അങ്കണവാടിയിൽ ഇപ്പോൾ കുട്ടികളെ അയക്കുന്നുണ്ട് നമ്മൾ. 3 വയസ്സായാൽ അവരെ നിർബന്ധമായിട്ടും നമ്മളെല്ലാം അങ്കണവാടിയിലേക്ക് അയക്കുകയാണ്. അപ്പോൾ അവിടെ നിന്നും അക്ഷരവും കൂടെ കളിക്കുന്നതോടൊപ്പം തന്നെ അക്ഷരങ്ങളെല്ലാം പഠിക്കുന്ന കുട്ടികളാണ് ഇപ്പോൾ. ഇവിടെ എത്തുന്ന സമയത്ത് അവർ ആ അങ്കണവാടിയിൽ ആദ്യം പോയത് കൊണ്ട് തന്നെ സ്കൂളിൻ്റെ ഒരു രീതി അവർക്കുണ്ട്. അവർക്ക് മനസ്സിലാവും ഇന്നതാണ് എൻ്റെ സ്കൂൾ എന്നുള്ളത്. മുമ്പ് കാലങ്ങളിൽ അതൊന്നുമില്ലായിരുന്നു. നമ്മളെല്ലാം തന്നെ നേരെ സ്കൂളിലേക്ക് 5 വയസ്സായ സ്കൂളിലേക്കാണ് ചേർക്കാം. അതിന് വയസ്സൊന്നും തിട്ടപ്പെടുത്താൻ അന്ന് കഴിഞ്ഞിരുന്നില്ല. ഏകദേശം 5 വയസ്സായിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് അവിടെ കൊണ്ടുവന്ന് ചേർക്കും. അവർ പറയുന്ന ഡേറ്റ് ഓഫ് ബർത്ത് ഏതാണോ ആ ഡേറ്റിലാണ് അവിടെ ചേർക്കുക. പലരുടെയും അങ്ങനെ തന്നെയായിരിക്കും. ആ ഡേറ്റാണ് ജീവിത അവസാനം അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത്. ആ ഡേറ്റാണ് അത് അല്ല എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ നിവൃത്തിയൊന്നും ഇല്ലല്ലോ, സ്കൂളിൽ ചേർത്തിട്ടുള്ള ആ ഡേറ്റിലാണ്. പിന്നീട് അവർക്ക് TTCക്കോ BEdനെല്ലാം പോകുമ്പോൾ എനിക്ക് അത്ര വയസ്സല്ലായിരുന്നു, പക്ഷേ എൻ്റെ ഇളയച്ചൻ ചേർത്തതാ എന്നെ, അപ്പോൾ അത് 2 വയസ്സ് കൂടുതലാണ് എനിക്ക് അന്ന് ചേർക്കുന്നത് എന്നൊക്കെ പറയുന്ന ആളുകളും ഇപ്പോൾ ഉണ്ട്. പക്ഷെ നിവൃത്തിയൊന്നുമില്ല, അന്ന് അങ്ങനെയായിരുന്നു. ഇപ്പം അതൊന്നുമല്ല. അന്ന് നമ്മുടെ സ്കൂളിൽ തുറക്കുന്ന ജൂൺ 1 ജൂൺ 1 സ്കൂൾ തുറക്കുമ്പോൾ ആ കുട്ടികളുടെ കരച്ചിൽ നമുക്ക് ഒരുപാട് ദൂരെ കേൾക്കാൻ പറ്റുമായിരുന്നു. ഭയങ്കര മഴയായിരിക്കും അന്ന്, അല്ലേ? ആ മഴയുടെ സംഗീതം പോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ കരച്ചിലായിരുന്നു കേൾക്കുക. നമ്മളെല്ലാം സ്കൂളിൽ വന്നപ്പോൾ ചൂരലും എടുത്ത് ഒരു നമ്പ്യാർ മാഷ്, എനിക്കൊരു നമ്പ്യാർ മാഷിയാണ് ഓർമ്മ വരിക. എൻ്റെ ക്ലാസ് അന്ന് നമ്പ്യാർ മാഷായിരുന്നു ക്ലാസ് ടീച്ചർ. നമ്പ്യാർ മാഷ് ഒരു ചൂരലും എടുത്തിട്ടുണ്ടാവും, ബാക്കിൽ ഇങ്ങനെ ചൂരൽ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന മാഷന്മാരെയായിരുന്നു നമ്മൾ കാണാറ്. ഹെഡ് മാഷന്മാരെയായിരുന്നു നമ്മൾ കാണാറുള്ളത്, അല്ലേ? ആ ചൂരൽ കാണുമ്പോൾ തന്നെ നമുക്ക് മൂത്രം ഒഴിക്കാൻ വരുമായിരുന്നു, അത്രയും പേടിയായിരുന്നു. അങ്ങനെയുള്ള കാലമായിരുന്നു സ്കൂളിൽ അന്ന്. പക്ഷേ ഇപ്പോൾ അതല്ല. കുട്ടികളെ സ്വീകരിക്കാൻ വർണ്ണപ്പകിട്ടൊരുക്കിക്കൊണ്ട് അവരെ സ്വീകരിക്കാൻ വേണ്ടി സ്കൂളിൽ BRCയെ പോലെയുള്ള സ്ഥാപനങ്ങളെല്ലാം കാത്തിരിക്കാൻ സമൂഹം ഒന്നിച്ചിറങ്ങുകയാണ് നമ്മുടെ കുട്ടികളെ ആ പ്രവേശനോത്സവം വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ സ്കൂൾ ക്ലീൻ ചെയ്യാൻ ഈ പ്രാവശ്യം സമൂഹത്തിലുള്ള ഒരുപാട് സംഘടനകൾ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് സ്കൂൾ ക്ലീൻ ചെയ്യാൻ എത്തി എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരുപാട് സവിശേഷതകൾ ഓരോ ഘട്ടങ്ങളിലും ഓരോ വർഷവും വന്നുകൊണ്ടിരിക്കുകയാണ്. സാധാരണ സ്കൂൾ തുറന്നാലും പണ്ട് പുസ്തകം ഒരുപാട് ലേറ്റ് ആകുമായിരുന്നു കിട്ടാൻ. പക്ഷെ ഇതല്ല, സ്കൂൾ അടക്കുന്നതിന് മുമ്പ് തന്നെ ആ പണിപ്പുരയിലാണ് സർക്കാർ എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഈ പ്രാവശ്യം എങ്ങനെയാണ് കുട്ടികളെ നേരിടേണ്ടത് എന്നുള്ള രീതിയിലേക്ക് പുതിയ നൈപുണ്യം, പുതിയ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ അധ്യാപകർക്കും ആ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ 2ാം ക്ലാസ്, 5ാം ക്ലാസ്, 7ാം ക്ലാസ്, 9ാം ക്ലാസ് എല്ലാം തന്നെ പുസ്തകം മാറിയിട്ടുണ്ട്. പുസ്തകം മാറുമ്പോൾ നമ്മൾ വിചാരിച്ചു മാറിയിട്ടുള്ള പുസ്തകം കിട്ടാൻ ഒരുപാട് കാലതാമസം ഉണ്ടാകുന്നു. പക്ഷേ ആ മാറിയിട്ടുള്ള പുതിയ സിലബസിനനുസരിച്ചിട്ടുള്ള പുസ്തകവും കൂടെ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് സ്കൂളിലേക്ക് എത്തിച്ചു എന്നുള്ള ഒരു പ്രത്യേകതയാണ് ഈ സർക്കാരിൻ്റെ പ്രത്യേകത. അത് ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇത്രയും നല്ല വിദ്യാഭ്യാസം, ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം, ഏറ്റവും നല്ല ഭൗതിക സാഹചര്യങ്ങൾ, നമ്മുടെ കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാൻ വലിയ സൗകര്യം. ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു ടൂറ് പോയപ്പോൾ ഒരു സംസ്ഥാനത്ത്, സംസ്ഥാനമൊന്നും ഞാൻ പറയുന്നില്ല, ഒരു സംസ്ഥാനത്ത് ഞങ്ങൾ പോയപ്പോൾ അവിടെയുള്ള സ്കൂളൊന്ന് കാണാൻ വേണ്ടിയുള്ള ഒരു ആഗ്രഹം ഞങ്ങൾ പോകുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ കുട്ടികൾ വന്നിട്ട് ഇങ്ങനെ വയറ് കാണിച്ചു തന്നു, ഞങ്ങൾക്ക് വിശക്കുന്നു, ഞങ്ങൾക്ക് ഭക്ഷണം തരുമോ എന്ന്. ഞങ്ങളുടെ കയ്യിലുള്ള പൈസയൊക്കെ കുട്ടികൾ കൊടുത്തു. ചിലരെല്ലാം പേരക്കയും ആപ്പിളൊക്കെ തന്നെ കൊടുത്തു. ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് ഇന്ന് സ്കൂളില്ലേ? കുട്ടികളോട് ചോദിച്ചു, ഇന്ന് സ്കൂളില്ലേ? അപ്പം പറഞ്ഞു, ഉണ്ട്, അതാണ് ഞങ്ങളുടെ സ്കൂൾ. ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തന്നു, അതാണ് ഞങ്ങളുടെ സ്കൂൾ എന്ന് പറഞ്ഞു. വള്ളി ട്രൗസറിട്ട് വരുന്ന ഒരു കാലം നമ്മുടെ മനസ്സിലിപ്പോൾ ആ ഒരു ചിത്രം നമ്മുടെ മനസ്സിലുണ്ട്. ഇത് കഴിഞ്ഞു പോയ കാലത്തിൻ്റെ ചിത്രമാണ്. പക്ഷേ അവിടെ നമ്മൾ കണ്ടിട്ടുള്ളത് മുഷിഞ്ഞ ഷർട്ടും കീറിയ ട്രൗസറൊക്കെ ഇട്ട് വരുന്ന കുട്ടികളെയാണ് ഞങ്ങളുടെ അടുത്ത് ഞങ്ങൾ വിശക്കുന്നു എന്ന് പറഞ്ഞ് വരുന്ന കുട്ടികളെ കണ്ടത്. പ്രയാസം തോന്നി നമുക്ക്. നമ്മുടെ ഈ കേരളത്തിൽ അങ്ങനെയുള്ള കുട്ടികളെ